നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഏറ്റവും ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് കുംഭമേളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കുംഭമേളയിൽ തിക്കും തിരക്കും 30 മരണം. അപകടം ഇന്നലെ പുലർച്ചെ 60 പേർക്ക് പരിക്ക്. തിരക്കിൽ ബാരിക്കേഡ് തകർന്നത് പ്രശ്നമായി എന്നുള്ളതാണ് അതിൻ്റെ ചിത്രം. അപകടം നടന്നതുമായി ബന്ധപ്പെട്ട ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. യുപിയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 തീർത്ഥാടകർ മരിച്ചു. 60 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 35 പേർ ചികിത്സയിലാണ്. അതേസമയം മരണം 40ഓളമാണെന്ന് പോലീസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇടതുഭാഗത്തായി പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും അപകടമുണ്ടായ സ്ഥലത്ത് ബാരിക്കേഡ് കടക്കാൻ ശ്രമിക്കുന്ന തീർത്ഥാടകയുടെ ചിത്രം കാണാൻ സാധിക്കും. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മലയാള മനോരമ നൽകിയിരിക്കുന്നത് മദ്യപ്ലാൻ്റെ മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ കുറിപ്പുമായി സതീശൻ. സർക്കാർ വെബ്സൈറ്റിലെ കുറിപ്പ് രഹസ്യരേഖയെന്ന മട്ടിൽ കാണിക്കുന്നുവെന്ന് മന്ത്രി രാജേഷ്. 10 ഘട്ട പരിശോധന പൂർത്തിയാക്കി മന്ത്രി എം പി രാജേഷ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലതുഭാഗത്ത് ഒരു കോളത്തിലായി നൽകിയിട്ടുണ്ട്. ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാൻ അനുവദിക്കുന്ന വിഷയം മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെയാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നതെന്ന് തെളിയിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ കുറിപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുവിട്ടു. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് വിഷയം മന്ത്രിസഭ പരിഗണിച്ചതെന്നും കഴിഞ്ഞ 16 മുതൽ സർക്കാർ വെബ്സൈറ്റിലുള്ള കുറിപ്പാണ് രഹസ്യരേഖ എന്ന മട്ടിൽ പുറത്തുവിട്ടിരിക്കുന്നതെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് തിരിച്ചടിച്ചു. അതിനിടത് ഭാഗത്തായി വഖഫ് ബില്ല് ഭൂരിപക്ഷ വോട്ടിൽ റിപ്പോർട്ട് അംഗീകരിച്ച JPC. വിയോജനക്കുറിപ്പുകളുമായി പ്രതിപക്ഷം റിപ്പോർട്ട് ഇന്ന് സ്പീക്കർക്ക് കൈമാറും. വഖഫ് ഭേദഗതി ബില്ലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി JPC വോട്ടിന് 15-11 അംഗീകരിച്ചു. NDA അംഗങ്ങൾ നിർദ്ദേശിച്ച മാറ്റങ്ങൾ മാത്രമാണ് കരട് റിപ്പോർട്ടിൽ ചേർത്തത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വിയോജിപ്പ് നൽകി. വിജയനിറവോടെ ISRO at 100 100ാം വിക്ഷേപണം പൂർണ്ണ വിജയം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. ISROയുടെ 100ാമത് വിക്ഷേപണം പൂർണ്ണ വിജയം. ഗതിനിർണയ ഉപഗ്രഹം NVS-2 ഭ്രമണപഥത്തിലെത്തി. GSLV F-15 റോക്കറ്റിൽ ഇന്നലെ രാവിലെ 6:25 ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം. 2250 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം 19.17 മിനിറ്റ് കൊണ്ട് 322.93 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തി. അതിൻ്റെ ചിത്രവും ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ചിത്രവും അതിനിടത് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മലയാള മനോരമ ആദ്യ പേജിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ളത് നെന്മാറ ഇരട്ടക്കൊലക്കേസ് 100 കൊല്ലം ശിക്ഷയാവാമെന്ന് പ്രതി ചെന്താമര കോടതിയിൽ. ഫെബ്രുവരി 12 വരെ റിമാൻഡ്. പ്രതിക്ക് പശ്ചാത്താപമില്ലെന്ന് പോലീസ്. 2 പേരെ കൊന്നു. 100 കൊല്ലം വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ. എത്രയും പെട്ടെന്ന് വിധി വേണം. ഇനി പുറത്തിറങ്ങേണ്ട, ആരെയും കാണേണ്ട. ഇരട്ടക്കൊല ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേരെ അരുംകൊല ചെയ്ത കേസിലെ പ്രതി നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടത്ത് ചെന്താമര കോടതിയോട് പറഞ്ഞു. ഫെബ്രുവരി 12 വരെ റിമാൻഡ് ചെയ്ത പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി. ചെന്താമരയെ കൊണ്ടുപോകുന്ന ചിത്രവും കൈവലം കെട്ട് കൊണ്ടുപോകുന്ന ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാനത്ത് 100ാമത്തെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മാതൃഭൂമി. തലക്കെട്ടിന് തൊട്ടു താഴെയായി ഒരു പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട്. അതിന് താഴെയായി കുംഭമേളയ്ക്കിടെ തിക്കും തിരക്കും 30 മരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. അതിൽ ഒരാൾ മഹാകുംഭമേളയിൽ ബുധനാഴ്ച തിക്കിലും തിരക്കിലുണ്ടായ അപകടത്തിൽ വിലപിക്കുന്ന ഒരാളുടെ ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. 100 വർഷം ശിക്ഷിച്ചോളൂ എന്ന കോടതിയിൽ ചെന്താമര പറഞ്ഞ വാർത്ത ഇടതുഭാഗത്തായി ചെറിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് മാതൃഭൂമി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് 77 വർഷം. അത് മഹാത്മാഗാന്ധിയുടെ വാചകത്തോടുകൂടി അദ്ദേഹത്തിന് ചിത്രവും നൽകി. ഉൾപേജിലാണ് വിശദവിവരങ്ങൾ നൽകിയിട്ടുള്ളത്. സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥിയുടെ അതിക്രമം. 9ാം ക്ലാസ്സുകാരന് കുത്തേറ്റു. +1 വിദ്യാർത്ഥിയാണ് കുത്തിയിരിക്കുന്നതെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. വട്ടിയൂർക്കാവിലാണ് വിഷയം നടന്നത്. വിവാഹേതര ബന്ധം. കുട്ടിയുടെ നിയമപരമായ പിതൃത്വം ഭർത്താവിന്. ഭാര്യയ്ക്ക് അന്യപുരുഷനുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ പോലും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ദമ്പതിമാർക്കുണ്ടായ കുഞ്ഞിൻ്റെ നിയമപരമായ പിതൃത്വം ഭർത്താവിന് തന്നെയെന്ന് സുപ്രീം കോടതി. കൊച്ചി സ്വദേശിയായ യുവാവിൻ്റെ ജൈവിക പിതാവിനെ കണ്ടെത്താൻ DNA പരിശോധനയ്ക്ക് ഉത്തരവിട്ട കേരള ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. DNA പരിശോധനയ്ക്ക് ഉത്തരവിടുമ്പോൾ പിതൃത്വം ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സും കൂടി പരിഗണിക്കണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ലിയാങ് ഡിപ്സിക്കിൻ്റെ പുലി എന്ന തലക്കെട്ടോടുകൂടി ഡീപ്സിക് എന്ന US കമ്പനികളെയും വിപണിയെയും ഞെട്ടിച്ച R1 എന്ന AI മോഡലിൻ്റെ നിർമ്മാതാക്കളായ ഡിപ്സിക്കിന് പിന്നിലുള്ള ഒരു 39-കാരനാണ് ലിയാങ്.
വെൻഫെങ് അദ്ദേഹത്തിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകുന്ന ഒരു പ്രത്യേക സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി മസാല ദോശ മെലിഞ്ഞോ അനുഭവിക്കാതെ രക്ഷയില്ല എന്ന തലക്കെട്ടോടുകൂടി തട്ടുദോശയേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള ദോശയുടെ അറ്റത്ത് മസാലക്കറി, അതാണ് മസാല ദോശ. പപ്പടവട്ടത്തോളം മാത്രമുള്ള പൂരി, ഒരു പൂരി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാവ് കൊണ്ട് പരാതിപ്പെട്ടേക്കാമെന്ന് കരുതിയാൽ രക്ഷയില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റോറി മസാല ദോശയുമായി ബന്ധപ്പെട്ടുള്ളത് നൽകിയിട്ടുണ്ട് മാതൃഭൂമി. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ തീരുമാനം. LDF വന്നു, എല്ലാം ശരിയായി എന്നതാണ് കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദേശാഭിമാനിയിൽ ഇന്ന് കുംഭമേളയിലെ ദുരന്തം 40 മരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ ഉണ്ട്. അതിനോടൊപ്പം ഗോഡ്സേമാർ വീണ്ടും തോക്കെടുക്കുന്നു, ദേശീയതയിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല, വംശീയ വിദ്വേഷമാകട്ടെ അതിന് ആത്മാവിനെ നശിപ്പിക്കും എന്ന മഹാത്മാഗാന്ധിയുടെ വചനം. ഇന്ന് ഗാന്ധി രക്തസാക്ഷി ദിനം, അതിന് പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. ഡി സോൺ കലോത്സവത്തിലെ അതിക്രമം വധശ്രമത്തിന് KS ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിലായ ഗോകുൽ സച്ചിൻ സുദേവ് എന്നുള്ള ചിത്രം നൽകിയിട്ടുണ്ട്. KS നേതാക്കളായ പ്രതികൾ ആംബുലൻസിൽ ആഘോഷിക്കുന്നതിനിടെ എടുത്ത സെൽഫി. ആ സെൽഫി മനോടൊപ്പമുണ്ട്. പാലക്കാട് എഥനോൾ നിർമ്മാണ പ്ലാൻ ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല, എല്ലാവരെയും ബോധ്യപ്പെടുത്തുമെന്ന MP രാജേഷിൻ്റെ പ്രസ്താവന പ്രത്യേക കോടതിയിൽ നൽകിയിട്ടുണ്ട്. പാലക്കാട്ടെ എഥനോൾ നിർമ്മാണ പ്ലാനിന് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി ആദ്യ പേജിൽ. കാവ്യവൽക്കരിച്ച് UGC-കാരുടെ വിജ്ഞാപനം പ്രക്ഷോഭനം നയിക്കാൻ കേരളം, അതിൻ്റെ കൺവെൻഷൻ ഫെബ്രുവരി 20 ഉണ്ടാകുമെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം ദേശാഭിമാനി നൽകുന്നു. കുറ്റം സമ്മതിച്ചു, നെന്മാറ ഇരട്ടക്കൊല, ചെന്താമര റിമാൻഡിൽ എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് പ്രാധാന്യം വേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി. ശ്രീഹരിക്കോട്ടയിലെ 100ാം വിക്ഷേപണം സെഞ്ചുറി തികച്ച GSLV കുതിപ്പ് എന്ന തലക്കെട്ടോടുകൂടി പ്രത്യേക കോളത്തിൽ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് പ്രാധാന്യം വേറെ നൽകുന്നുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ISRO ചരിത്രപഥത്തിൽ നിന്ന് തലക്കെട്ടോടുകൂടി ISROയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. പ്രയാഗ്രാജിൽ തിരക്കിൽപ്പെട്ട് 30 മരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ആ തിരക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മൗനി അമാവാസിയിൽ ഭക്തകോടികൾക്ക് അമൃതസ്നാന പുണ്യം. മൗനി അമാവാസിയിൽ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ ഇന്നലെ അമൃതസ്നാനം ചെയ്ത് പുണ്യം നേടിയത് 10 കോടിയിലധികം ഭക്തർ. ഏകദേശം 15 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സംഗമ തീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കാഴ്ച ദൈവികമായിരുന്നു. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ലഭിച്ചത് അസാധാരണ പരിഗണന, പിന്നിൽ മന്ത്രിതല ഇടപെടൽ എന്ന തരത്തിലാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് പ്രാധാന്യമേറെ നൽകിയിട്ടുണ്ട് അതിന് പ്രാധാന്യമേറെ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. നെന്മാറ ഇരട്ടക്കൊല പ്രതി ഫെബ്രുവരി 12 വരെ റിമാൻഡിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. റിമാൻഡിൽ കൊണ്ടുപോകുന്ന പോലീസുകാരും ഒപ്പം പ്രതി ചെന്താമരയും. ക്യാൻസറിനെ തോൽപ്പിച്ച ചിരി, രോഗത്തെ അതിജീവിച്ച് നടൻ മണിയൻ പിള്ള രാജു എന്ന കൗമുദി സ്പെഷ്യൽ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി ആദ്യ പേജിൽ. അതിൻ്റെ ഇടതുഭാഗത്തായി ചരിത്രം കുറിച്ച് 46 വർഷം 100 വിക്ഷേപണം എന്ന തലക്കെട്ടോടുകൂടി റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ പ്രത്യേക ചിത്രത്തോടുകൂടിയുള്ള ഇസ്രായേക് നുറൈക് എന്ന പ്രത്യേക തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. ഇന്ന് ഗാന്ധിജിയുടെ 77ാമത് രക്തസാക്ഷിത്വ വാർഷികം എന്ന തലക്കെട്ടോടുകൂടി രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. 9ാം ക്ലാസ്സുകാരനെ +1 വിദ്യാർത്ഥി കുത്തിയ വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി. UDFന് മുന്നറിയിപ്പുമായി AICC രഹസ്യ സർവേ, ഈഴവരെ തഴഞ്ഞാൽ ഭരണം പിടിക്കില്ല. 2021 സർവേ അവഗണിച്ചു. ആ അവഗണന ഇപ്പോൾ ഉണ്ടാകരുത്. വെട്ടിനിരത്തിൽ 2006 മുതൽ കോൺഗ്രസിൻ്റെ തകർച്ചയും. വിവാഹേതര ബന്ധത്തിലെ കുട്ടിക്കും പിതാവ് ഭർത്താവ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം കേരള കൗമുദി നൽകുന്നു. കുംഭമേളയിലെ ദിക്കും തിരക്ക് 30 മരണം 60 പേർക്ക് പരിക്ക് എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം മാത്രമേ കേരള കൗമുദി ആദ്യ പേജിലാണ് നൽകിയിരിക്കുന്നതെങ്കിൽ പോലും കൊടുത്തിട്ടുള്ളൂ. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ UDFൻ്റെ മലയോര ജാഥയിൽ ക്ഷണിക്കാതെ തന്നെ പങ്കെടുക്കും അൻവർ. വഴിയോരത്ത് കിടക്കുന്നവരെയും സംരക്ഷിക്കണം, ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ UGC ചട്ടഭേദഗതി, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റം, സിനന്തൽ കമ്മീഷൻ, സിംബോസിയത്തിൽ ഉയർന്ന സുപ്രധാന നിരീക്ഷണങ്ങൾ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ദീപിക നൽകിയിട്ടുള്ളത് കുംഭമേളയിൽ ദുരന്തം 30 മരണം എന്ന വാർത്തയാണ്. വലതുഭാഗത്ത് 100 അഴകിൽ എന്ന തലക്കെട്ടോടുകൂടി 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നു ദീപിക. മഹാപ്രകാശം എന്ന തലക്കെട്ടോടുകൂടി ഒരു പ്രത്യേക കോളം നൽകിയിട്ടുണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട. നവീൻ ബാബുവിൻ്റെ മരണം അപ്പീൽ നൽകി ഭാര്യ മഞ്ജുഷ എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പോരായ്മകൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇരട്ട നേട്ടത്തിൽ സജിൻ എന്ന തലക്കെട്ടോടുകൂടി 38ാമത് ദേശീയ ഗെയിംസിൽ സജൻ പ്രകാശിൻ്റെ ഇരട്ട വെങ്കല മെഡലുകളോടെ കേരളം മെഡൽ പട്ടികയിൽ 200 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 100 മീറ്റർ ബട്ടർഫ്ലൈയിലുമായിരുന്നു സജൻ്റെ മെഡൽ നേട്ടം. അദ്ദേഹത്തിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. US സഹായം നിലച്ചു, പാകിസ്ഥാനിൽ പ്രതിസന്ധി എന്ന തലക്കെട്ടോടുകൂടി ഉള്ള വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം നൽകി ഏറ്റവും താഴെ നൽകിയിരിക്കുന്നു ദീപിക.
മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ തിക്കിയെത്തിയ ദുരന്തം മഹാകുംഭമേളയ്ക്കിടെ തിക്കും തിരക്കും 30 മരണം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട് മാധ്യമം. അതിനോടൊപ്പം തന്നെ നീന്തലിൽ ഇരട്ട മെഡലുമായി സജിൻ പ്രകാശിന്റെ വാർത്തയ്ക്ക് പ്രത്യേക കോളത്തിൽ ഇടം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം അതിൻ്റെ വലതു ഭാഗത്തായി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന തലക്കെട്ടോടു കൂടിയുള്ള അദ്ദേഹത്തിന് ചില വചനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക കോളം മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. 100ാം വിക്ഷേപണം വിജയം ചരിത്രം കുറിച്ച ISRO എന്ന തലക്കെട്ടോടുകൂടി ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് മാധ്യമം. ഒപ്പം ക്രമക്കേടും മെറിറ്റ് അട്ടിമറിയും എന്ന പരാതി +1 കമ്മ്യൂണിറ്റി കോട്ട സർക്കാരിന് 1,00,000 സീറ്റ് പ്രവേശനം ഏകജാലകം കത്തിനൊപ്പം നടത്താൻ ശുപാർശ. മെറിറ്റ് അട്ടിമറി പലവിധം എന്ന പ്രത്യേക കോളവും ആ വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ തള്ളി ഭരണപക്ഷം റിപ്പോർട്ട് പാസാക്കി 16-ൽ 11 വഖഫ് ബില്ല് പാർലമെന്റിലേക്ക് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നു മാധ്യമം. ആദ്യ പേജിൽ ഏറ്റവും താഴെയായി ചെന്താമര റിമാൻഡിൽ എന്ന വാർത്തയ്ക്ക് ആ വാർത്തയുടെ വലതു ഭാഗത്തായി ചെറിയ പ്രാധാന്യം മാത്രമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. നിർമ്മത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ AI-യുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാകും MV ഗോവിന്ദൻ. ഇപ്പം ചിരിച്ചു അപ്പം കാണാം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് വിശേഷങ്ങളും വാർത്തകളുമായി കാണും വരെ നന്ദി, നമസ്കാരം.